ഈ തമിഴ്നാടെന്നും വലിയൊരു സ്വദേശപ്രേമം കാണിക്കുന്ന കൂട്ടത്തിലാണ്. അവർക്ക് അവരുടേതായ ചില നിലനിൽപ്പ് തന്നെ ഉണ്ട്. അത് അവരുടേതാണ്. അതിലൊന്നാണ് ഭാഷ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഒരു കലഹമാണിപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കെന്തോ പ്രത്യേകമായിട്ടൊരു സ്വത്വമുണ്ട് എന്നൊക്കെയുള്ള ഭാഷാഭിമാനം കുറച്ചുകൂടാ. ഭാഷാ ഭ്രാന്തെന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഭ്രാന്തുണ്ട് അവർക്ക്. ബംഗാളിനും ഉണ്ടത്. പക്ഷേ ദേശീയതയെ ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ട് അത് പോയിട്ടില്ല. ദേശീയതയുമായിട്ട് ചേർന്നു നിൽക്കുന്ന ഒന്നായിട്ട് മാത്രമേ അത് പോയിട്ടുള്ളൂ. എക്കാലവും രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന നൊബേൽ സമ്മാന ജേതാവിൻ്റെ കാലം വരെയും അതിനുശേഷവും അതൊരിക്കലും മാറാനും പോകുന്നില്ല. ആ ഗംഗാനദി ഇന്ത്യയെ എങ്ങനെ ഒന്നിപ്പിക്കുന്നു, അതുപോലെ തന്നെ ആ ബംഗാളി ഭാഷ ഇന്ത്യയെ ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ദേശീയ ഗാനം തന്നെ ബംഗാളി ഭാഷയിൽ തന്നെ ഇന്ത്യ മുഴുവൻ സ്വീകരിക്കുന്നത്. ഒരു പ്രാദേശികത്വം ആരെങ്കിലും ഇന്ന് വരെ ആരോപിച്ചിട്ടുണ്ടോ? ഈ നിമിഷം വരെ വലിയൊരു അത്ഭുതമാണത്. അതുകൊണ്ട് പക്ഷേ തമിഴിനെ സംബന്ധിച്ചിടത്തോളം ഭാഷാഭിമാനം വളരെ കൂടുതലുമാണ്. ഭാഷാഭിമാനം വളരെ കൂടുതലാണ്. ശരിയാണ്, ഒരു വളരെ പഴക്കം ചെന്ന ക്ലാസിക് ഭാഷയാണല്ലോ. മലയാളവും ക്ലാസിക്കാണെന്ന് വന്നു. മലയാളം എന്ന് പറയുന്നത് തമിഴിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ഭാഷ, സ്വന്തമായിട്ട് സ്വത്വമില്ലാത്ത ഭാഷയാണെന്ന് തമിഴന്മാർ ധരിച്ചിരിക്കുന്നു, ആരോപിക്കുന്നു. അതങ്ങനെയല്ല. അതിനൊരു ക്ലാസിക് പദവി, ശ്രേഷ്ഠ പദവി കിട്ടിയതിൻ്റെ അർത്ഥം അതിന് സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലനിൽപ്പ് പണ്ട് തൊട്ടേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് അവർ തമിഴ്നാട്ടുകാരെ അംഗീകരിച്ച് തരുന്നൊരു കാര്യമൊന്നുമല്ല. അങ്ങനെ അവർക്ക് ഈ ഭാഷാഭിമാനമുണ്ട്. അന്യഭാഷാ വിവേചനവും കുറേയേറെക്കൊണ്ട് ചില മതങ്ങളുണ്ട്. ഞങ്ങളുടെ മതം മാത്രം സത്യം, മറ്റൊന്നിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. ഈ ഭാഷയുടെ ഭ്രാന്തം ഉപയോഗിച്ചുകൊണ്ട് കരുണാനിധിയുടെ കാലം തന്നെ, അതായത് DMK ഉണ്ടാവുന്ന കാലത്ത് മുതൽ തന്നെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. തമിഴ്നാടിന് സ്വയംഭരണം വേണമെന്നും പറഞ്ഞ് കരുണാനിധിയുടെ നേതൃത്വത്തിൽ തന്നെ തമിഴ്നാട്ടിൽ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വൻ പ്രക്ഷോഭമായിരുന്നു. അവിടെ അവർക്ക് സ്വയംഭരണം, മറ്റാർക്കും വേണ്ട, അവർക്കൊരു ഭാഷയുള്ളതുകൊണ്ട് സ്വയംഭരണം. അല്ല, അവിടെ ഈ രാഷ്ട്രീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ തമിഴ്നാട് വളരെ വേറിട്ട് നിൽക്കുന്ന ഒരിടമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട്, അല്ലേ? അങ്ങനെ വേറിട്ട് നിൽക്കുന്നു. അതാണ് അവരുണ്ടാക്കുന്ന ഒരിക്കലും അല്ല. തമിഴ് കാശി സംഗമം കണ്ടോ, പൊളിച്ചു കൊടുത്തു. വാസ്തവത്തിൽ നരേന്ദ്രമോദി തമിഴ് കാശി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഗംഗാ തീരത്തേക്ക് ഇവർ കുടിയേറിയിട്ടുണ്ട്. ഇന്നും അവരുടെ പരമ്പരകൾ അവിടെ താമസിക്കുന്നു. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനമുണ്ടോ തമിഴന്മാരില്ലാത്തതായിട്ട്? ഡൽഹിയിലില്ലേ? മഹാരാഷ്ട്രയിലില്ലേ? കേരളത്തിലില്ലേ? കേരളത്തിൽ ബേക്കറികൾ വിജയകരമായിട്ട് നടത്തുന്ന ആരാ? ആക്രി കച്ചവടം നടത്തി മുതലാളിമാരായിട്ട് സ്വന്തമായിട്ട് വസ്തുവും വീടും സമ്പാദിക്കുന്ന ആരാ? ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്ത് ചെന്നാലും ഉള്ള ഒരു വിഭാഗമാണ്. ആന്ധ്രാപ്രദേശിൽ പോയി ചായക്കടകൾ വിജയകരമായി നടത്തുന്ന ആരാ? തമിഴ്നാട്ടുകാരാണ്. വളരെ വിജയകരമായ ഇപ്പോൾ ഇവർ ഈ തമിഴ്നാട്ടുകാർ ഈ പ്രശ്നം ഉന്നയിക്കാൻ കാര്യം എന്താ? ഇത്രത്തോളം കാര്യം അതാണ് നമ്മുടെ യഥാർത്ഥ പോയിന്റ്. ഇപ്പം ഏതാണ്ട് പൊട്ടും എന്നുള്ള അവസ്ഥയിലാണ് DMK. അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ്. 2026 കേരളത്തോടൊപ്പം. അപ്പോൾ അവിടെ പൊട്ടുമെന്നായണ്ട് 99% ഉറപ്പായിട്ടുണ്ട്. വിജയ് സൂപ്പറിൻ്റെ ആ പാർട്ടി, അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ AIADMKയും BJPയുമായിട്ട് ഇപ്രാവശ്യം കൂട്ടുകെട്ടാണ്. ഇത് മൂന്നും കൂടി ചേർത്ത് അണ്ണാ DMK അല്ലേ? അണ്ണാ DMKയിലെ പിളർപ്പ് തന്നെ ഇല്ലേ? പിളർപ്പുണ്ടെങ്കിലും അതിൽ പ്രബലമായിട്ടൊരു കക്ഷിയുണ്ടല്ലോ ഇപ്പം നിലനിൽക്കുന്ന കക്ഷി, കോടതി അംഗീകരിച്ച ഒരു കക്ഷി, പനീർസെൽവത്തിൻ്റെ അല്ല, മറുഭാഗത്തിൻ്റെ. ആ കക്ഷിയും BJPയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വലിയ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തെളിയിച്ചതാണ് ആ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അന്ന് ഈ സനാതന ധർമ്മത്തെക്കുറിച്ചൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വിജയകരമായിട്ട് അവർ തമ്മിൽ അകറ്റി. അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം അത് സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ച് അഴിമതി ഉള്ളതുകൊണ്ട് അവിടുത്തെ BJPയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള അണ്ണാമലയും കഴിഞ്ഞ പ്രാവശ്യം ഇവരുമായിട്ട് ചേരാതിരിക്കുക നല്ലതെന്ന് തീരുമാനിച്ചു. അതൊരു തെറ്റായ തീരുമാനമായി എന്ന് ഇദ്ദേഹത്തിന് ആദ്യം ചെയ്യേണ്ടത് അഴിമതിയുടെ ആ ഭരണകൂടത്തെ ഇല്ലാതാക്കുക. ഇത് തന്നെയാണ് വിജയം പറയുന്നത്. അപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു ഐക്യനിര ഇവിടെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണല്ലോ ജനതാ പാർട്ടിയുടെ ആരംഭവും, ഓർക്കുന്നുണ്ടോ? അഴിമതി വിരുദ്ധമായിട്ടുള്ള സമ്പൂർണ്ണ വിപ്ലവത്തിൽ നിന്നാണ് ജനതാ പാർട്ടി എന്ന് പറയുന്ന സമ്പൂർണ്ണ പാർട്ടിയുടെ ആവിർഭാവം എന്ന് പറയുന്നത് പോലൊരു ഐക്യനിര ഇവിടെ കെട്ടിപ്പടുത്തിരിക്കുകയാണ്. ഈ മലവെള്ളപ്പാച്ചിലുണ്ടല്ലോ, ഈ ഗംഗാ പ്രവാഹത്തിൽ കരുണാനിധിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ ഏറ്റവും സമർത്ഥമായിട്ട് ഉപയോഗിക്കാവുന്നത് പ്രാദേശികവാദമാണ്. അപ്പോൾ ഭാഷയുടെ പേരിൽ
ഇന്ത്യ മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള, നെഹ്റുവിൻ്റെ കാലം മുതലേ അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ് ഈ ത്രിഭാഷ പദ്ധതി എന്ന് പറയുന്നത്, അല്ലേ? 3 ലാംഗ്വേജ് ഫോർമുല. അവർക്ക് വേണ്ട അത്. ഹിന്ദി ഞങ്ങൾക്ക് വേണ്ട, ഹിന്ദി ഞങ്ങൾ പഠിക്കില്ല. ആർക്കാ നഷ്ടം? തമിഴ്നാട്ടുകാർ ഗുജറാത്തിലും ബീഹാറിലും മധ്യപ്രദേശിലും ഒക്കെ പോയി അവരുടെ ഉപജീവനം കഴിക്കുമ്പോൾ അവർക്ക് ഏറ്റവും ആവശ്യമായി വരുന്നത് ഈ ഹിന്ദി ഭാഷയാണ്. അല്ല ഗുജറാത്തി പഠിക്കാൻ പറ്റുമോ? സർക്കാർ തന്നെ സൗജന്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക ഇത്. അപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ടാകുന്ന ഈ ഭാഷാ കലാപം എന്ന് പറയുന്നത് BJP-യുടെ നേർക്കുള്ളതാണ്, അല്ലേ? BJP വരുന്ന പണ്ടേ ഉള്ള ഒരു ഇതാണ് തമിഴ്നാട്, അതെല്ലാത്തിനും മീതെ ഇതാണ്. ശരിയാണ് സുബ്രഹ്മണ്യം ഭാരതി. BJP-യെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. അവർക്ക് പ്രത്യേകമായിട്ട് വേണം. അതിപ്പോൾ ആ ഒരു വാദം അവർ ഉന്നയിക്കുന്നുണ്ട്. അത് വളരെ വിശാലമായിട്ടൊന്നാണ്. തമിഴ്നാട് ഇതിപ്പോൾ ശ്രീലങ്കയിലും പ്രക്ഷോഭം ഉണ്ടാകാനുള്ള കാരണം അതുതന്നെയാണല്ലോ. ഒരു പ്രധാനപ്പെട്ട ഒരു വികാരമാണ് അവരുടെ ഭാഷ. അവർക്ക് എല്ലാം വികാരം. സിനിമയും വികാരമായിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണല്ലോ MGR തുടർന്ന് അദ്ദേഹത്തിൻ്റെ വെപ്പാട്ടി മാത്രമായിരുന്ന ജയലളിതയും സിനിമാടിയായിരുന്നു എന്നുള്ള അംഗീകരിച്ചുകൊണ്ട് തന്നെ അധികാരത്തിൽ വന്നത്. ആ ഒരു വികാരപരം മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാര്യത്തിലും അവർ സമീപിക്കുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് അണക്കെട്ട് നിർമ്മിച്ചു തരാമെന്ന് പറയുമ്പോൾ അവർക്ക് സമ്മതമല്ല. ഞങ്ങൾക്ക് പഴയ അണക്കെട്ട് തന്നെ മതി എന്ന് പറയുന്ന ഒരുതരം ഭ്രാന്ത് അവർക്ക് ഇപ്പോഴും ഉണ്ട്. അത് വിജയിപ്പിക്കാനും അവർക്ക് തന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രാദേശികമായിട്ടൊരു വികാരം സൃഷ്ടിച്ചുകൊണ്ട് BJP സൃഷ്ടിച്ചിരിക്കുന്ന ഈ അലയെ, തരംഗത്തെ ഇല്ലാതാക്കാം എന്നുള്ള, നിർവീര്യമാക്കാം എന്നുള്ളൊരു വിചാരമാണ് DMK ഇതിന് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നിൽക്കക്കള്ളിയില്ല, പൊട്ടിപ്പാളീസാവും. MG രാമചന്ദ്രൻ്റെ കാലത്ത് എങ്ങനെ കരുണാനിധിയുടെ പാർട്ടി പൊട്ടിയോ അതുപോലെ പൊട്ടാൻ പോവുക അടുത്ത തെരഞ്ഞെടുപ്പിൽ. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തന്ത്രങ്ങളാണിത്. പിന്നെ ഇത് ഞാൻ അദ്ദേഹം പറയുന്നതിൽ ഒരു വാദം, ഞാൻ അതിൻ്റെ പൊള്ളത്തരം വ്യക്തമാക്കാം. ഇങ്ങനെയാണ്, അതായത് ഡീലിമിറ്റേഷൻ വരാൻ പോവുക, അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുക. ഈ ഡീലിമിറ്റേഷൻ വരുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോപ്പുലേഷൻ കൂടുതലാണ്, അത് സീറ്റുകൾ കൂടും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് പോപ്പുലേഷൻ കൂടുന്നതെന്ന് പഠിച്ചാൽ മനസ്സിലാവും. മുസ്ലിം ഏരിയകളിലാണ് ഇതിൻ്റെ പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെമോഗ്രാഫിക് ഇക്വേഷൻ തയ്യാറായി ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം ഉപരാഷ്ട്രപതി പറഞ്ഞത്. ഈ മതം മാറ്റം എന്ന് പറയുന്നത് ഇന്ത്യയെ രാഷ്ട്രീയമായി ശൈഥില്യത്തിലേക്ക് നയിക്കുന്ന ഒന്നാണെന്നുള്ളത്. ആ ബാലൻസ്, ആ ഇക്വേഷൻ നിലനിർത്തിയ ഒരു പ്രശ്നവുമില്ല. ഇത് പ്രീണിപ്പിച്ചുകൊണ്ട് ചില പാർട്ടികൾ മതങ്ങളെ എങ്ങനെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, അതുപോലെ പണം കൊണ്ടും പിന്നെ വാഗ്ദാനങ്ങൾ കൊണ്ടും പ്രീണിപ്പിച്ചിട്ട് മറ്റുള്ള മതങ്ങളിൽ നിന്ന് തങ്ങളിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാം. ഈ തന്ത്രം വരുമ്പോൾ അവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നവർക്കിടയിലെ സമാധാനം, ആ ഡെമോഗ്രാഫിക് പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ, അതങ്ങ് മാറും. മാറിയിട്ട് ഇവിടെ വേറൊരു തന്ത്രം കൊണ്ടുണ്ട്, ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക. അപ്പോൾ ജനാധിപത്യ രാജ്യത്ത് എന്തായിരിക്കും സംഭവിക്കുന്ന വിജയനാഥിന് അറിയാമല്ലോ. അവരുടെ സീറ്റുകളുടെ എണ്ണം കൂടുന്നു. മനസ്സിലായോ? ഭംഗിയായിട്ടത് വളരെ അഹിംസാത്മകമായിട്ടല്ലേ ചെയ്യുന്നത്, ഹിംസാത്മകമായിട്ടല്ലല്ലോ. അങ്ങനെ അത് എൻ്റെ ഇക്വേഷൻ കേരളത്തിലും അനുഭവപ്പെടുന്നുണ്ട്. നമുക്കത് ഡെമോഗ്രാഫിക് ആയിട്ടുള്ള പ്രഷർ ചില സ്ഥലങ്ങളിൽ കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ വ്യക്തമാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഏതെങ്കിലും ഒരു വർഗീയത ആരോപിക്കുകയല്ല ഞാൻ, പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ജനസംഖ്യ കൂട്ടാതിരിക്കുന്നവൻ മണ്ടനും ജനസംഖ്യ കൂട്ടുന്നവൻ മിടുക്കനുമായിട്ട് വരുന്നൊരു സിറ്റുവേഷനുണ്ട്. അതുകൊണ്ട് അതിന് പകരം ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനൊരു കലഹം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. ഇപ്പോൾ മാതൃഭൂമി പത്രം ദേശീയതയ്ക്ക് വേണ്ടി നിലകൊണ്ട പത്രമായിട്ട് വന്നതാണ്. ദി നാഷണൽ ഡെയിലി ഇൻ മലയാളം എന്നല്ലേ അത് പറയുന്നത്. അത് നോക്കൂ, മാതൃഭൂമി ദി നാഷണൽ ഡെയിലി ഇൻ മലയാളം. ആ പത്രവും ഈ പ്രാദേശികവാദത്തെ പിന്തുണച്ചിരിക്കുകയാണ്. ജോർജ് സൊറോസിൽ നിന്നോ ഹിഡൻബർഗിൽ നിന്നോ പണം കിട്ടുന്നൊന്നും അറിയില്ല. ദേശീയതയ്ക്ക് വിരുദ്ധമായിട്ട് ഇപ്പോൾ അത് മുഖപ്രസംഗങ്ങൾ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിൽ മാത്രമല്ല, പല വിഷയങ്ങളിലും ദേശീയ വിരുദ്ധമായിട്ട് മുഖപ്രസംഗം എഴുതുന്ന ഒരു പത്രമായിട്ട് അത് അധപ്പതിച്ചിരിക്കുന്നു. പക്ഷെ തമിഴ്നാട്ടിൻ്റെ ഈ നീക്കം അത്ര പെട്ടെന്ന് അതങ്ങ് വിജയിക്കും എന്ന് തോന്നുന്നുണ്ടോ? അതൊരിക്കലും പ്രയാസം. അതാണ് പ്രശ്നം. തമിഴ് മക്കളിൽ കുറച്ച് വികാരം ഉണ്ടാക്കാൻ പറ്റുമത്. അവരുടേതെന്നുള്ള ഒരു സിനിമയോട് അവർക്കുള്ള വികാരം എങ്ങനെ MGRനെ തേരിലേറ്റിയോ അതുപോലെ തന്നെയും അധികാരത്തിലേറ്റും എന്നുള്ളൊരു വിചാരം DMK കൊണ്ട് വളരെ അപകടകരമാണ്. ഏറ്റവും വലിയ ഫാഷിസവും ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധതയുമാണത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
പ്രാദേശിക ഈ മതവികാരങ്ങൾ ഇളക്കി വിടുന്നു BJP എന്ന് പറയുന്നത് പോലെ ഇവർ പ്രാദേശിക വികാരം ഇളക്കി വിട്ടുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് സ്റ്റാലിനും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവരും എന്നുള്ളത്. ഇത് ഭരണഘടനാപരമായിട്ടുള്ള ഒന്നാണ് ഈ ഡീലിമിറ്റേഷൻ. അതിനെ അദ്ദേഹം എതിർക്കുമ്പോൾ ഭരണഘടനയെ തകർക്കുന്ന ആരാ? BJPയോ DMKയോ? ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. ജനങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അതിന് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടും. അപ്പോൾ ഇതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയെ ഒരിക്കലും താഴെ ഇറക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ താഴെ ഇറക്കാൻ ജാതിക്കാട് കളിച്ചത് പൊട്ടിപ്പോയി, കുംഭമേളയിൽ കൂടി ഒഴുകിപ്പോയി എന്ന് വരുമ്പോൾ വീണ്ടും ദേശീയതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തിന് തന്നെ ഛിദ്രമുണ്ടാക്കിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടികളിൽ ഒന്ന് മാത്രമാണ് DMK. വേറെയും വൈതാളികർ അവരോടൊപ്പം ഉണ്ട്. ഇത് വളരെ അപകടകരമായൊരു പോക്കാണ്, മുൻകൂട്ടി കാണേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.